Hi all, ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ബിസിനസ് മാത്തമാറ്റിക്സിലെ ചാപ്റ്റർ 7 സെറ്റ്സ് ഫങ്ഷൻസ് ആൻഡ് റിലേഷൻസിലെ ഫസ്റ്റ് പാർട്ടാണ് സെറ്റ്സ്. ഓക്കെ, സോ സെറ്റ്സിലേക്ക് വരുന്ന മുമ്പ് നമുക്ക് കുറച്ച് ബേസിക് കോൺസെപ്റ്റ്സ് കവർ ചെയ്യാറുണ്ട്. ഫസ്റ്റ് നമ്പർ സിസ്റ്റം. ഓക്കെ, സോ നമ്പർ സിസ്റ്റത്തിലെ ഫസ്റ്റ് ഒന്നാണ് നാച്ചുറൽ നമ്പർ നോട്ടഡ് ബൈ ക്യാപിറ്റൽ എൻ. സോ നാച്ചുറൽ നമ്പേഴ്സിൽ ഏതൊക്കെയാണ് വരുന്നത്? 1, 2, 3, 4, 5, 6 എക്സെട്ര അപ് ടു infinity അങ്ങ് കൊണ്ടേയിരിക്കുന്നു. സോ നാച്ചുറൽ നമ്പർ 1, 2, 3, 4, 5. ദെൻ നെക്സ്റ്റ് വൺ ഹോൾ നമ്പേഴ്സ്. സോ ഹോൾ നമ്പേഴ്സ് എന്താണ്? നാച്ചുറൽ നമ്പേഴ്സിൻ്റെ കൂടെ എന്തുകൂടെ വരും? 0 കൂടെ വരും. ദാറ്റ് മീൻസ് 0, 1, 2, 3, 4, 5 എക്സെട്ര എന്താണ് ഹോൾ നമ്പേഴ്സ്. ദെൻ ഇൻറ്റിജേഴ്സ്, ക്യാപിറ്റൽ ഐ അല്ലെങ്കിൽ ക്യാപിറ്റൽ ഇസഡ് ഒക്കെയാണ് യൂസ് ചെയ്യുന്നത് ഇൻറ്റിജേഴ്സ് നോട്ട് ചെയ്യാനായിട്ട്. ഓക്കെ, സോ ഇൻറ്റിജേഴ്സ് നമുക്ക് നോർമലി ഇങ്ങനെ പറയാം, ക്യാപിറ്റൽ ഐ ഈസ് ഈക്വൽ ടു capital I is equal to, okay, so etc -3, -2, -1, 0, 1, 2, 3. Okay, so ഇതില് I plus 1, 2, 3, 4 etc ഇതിനെ നമുക്ക് പോസിറ്റീവ് ഇൻറ്റിജേഴ്സ് എന്ന് പറയാം. പോസിറ്റീവ് ഇൻറ്റിജേഴ്സ്. ദെൻ I minus -1, -2, -3, -4 etc ഇതിനെ നമുക്ക് എന്താ പറയാം? നെഗറ്റീവ് ഇൻറ്റിജേഴ്സ്. ഓക്കെ, സോ നമുക്ക് ഇൻറ്റിജർ ടോട്ടലിസ്റ്റ് എടുത്ത് നമുക്കറിയാം എന്താ എക്സെട്ര. ദാറ്റ് മീൻസ് -4, -3, -2, -1, then 0, 1, 2, 3 etc. Okay, 0 is neither a positive integer nor a negative integer but included in integers. Okay, then next one, prime numbers. Any number which is divisible by 1 and the number itself is called a prime number. Okay, so that means നമ്മൾ 2 എന്ന് പറഞ്ഞൊരു നമ്പർ എടുത്താൽ 2 is divided by 1 and 2. 3 എടുത്താലോ 3 is divided by 1 and 3. 4 എടുത്താലോ 4 is divided by 1, 2 and 4. Okay, so that means prime number means എന്താണ്? ഒരു നമ്പർ അതിനെ നമുക്ക് എന്താണ് മറ്റേ ഫ്രാക്ഷൻ വരാതെ കറക്റ്റായിട്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റണം. അത് 1 കൊണ്ടും 1. ദാറ്റ് മീൻസ് എവറി നമ്പർ ഈസ് ഡിവിസിബിൾ ബൈ 1. ആ നമ്പർ കൊണ്ട് മാത്രം ഡിവിസിബിൾ ആകുന്ന നമ്പേഴ്സിനാണ് എന്ത് പറയുന്നത്? 5 എടുത്താലോ 5 divisible by 1 and 5. Then 6 divisible by 1, 2, 3 and 6. Okay, so that means example 7 എടുത്താലോ 7 is divisible by 1 and 7. That means a number which is divisible by 1 and the number itself is called a prime number. Then a rational number, a number which can be expressed in the form of p by q, where p and q are integers but q not equal to 0. That means 1 by 5 അല്ലെങ്കിൽ ഇവിടെ നമുക്ക് കൊടുത്തിരിക്കുന്നത് 3 by 5. 3 by 5 എന്താണ് നമുക്ക് നോക്കണം? ഈ നമ്പർ വിച്ച് ക്യാൻ ബി എക്സ്പ്രസ് ഇൻ ദ ഫോം ഓഫ് p by q, വേർ p ആൻഡ് q അല്ലെ p 3 ഉം 5 എന്താണ്? ഇൻറ്റിജേഴ്സ് ആണ്. q നോട്ട് ഈക്വൽ ടു 0. ഓക്കെ, വേർ ബട്ട് ഇൻറ്റിജേഴ്സ് ബട്ട് q നോട്ട് ഈക്വൽ ടു 0. ഓക്കെ, ഈക്വൽ ടു അല്ല, നോട്ട് ഈക്വൽ ടു 0. ആൻഡ് p ആൻഡ് q ആർ പ്രൈം ടു ഈച്ച് അതർ അല്ലേ. സോ 3 ഡിവൈഡഡ് ബൈ 5, 3 5 ഡിവൈഡ് ചെയ്യാൻ പറ്റില്ല. സോ നമ്മൾ 4 by 8 എടുത്താൽ നമുക്ക് എങ്ങനെ എഴുതാം? 1 by 2. ഓക്കെ, സോ 1 ഡിവൈഡഡ് ബൈ 2 ഈസ് എ നമുക്ക് എന്ത് പറയാൻ കഷ്ടം? p by q ഫോർമാറ്റിൽ എഴുതണം. സോ എന്തായിരിക്കണം? പിയും ക്യൂവും പ്രൈം ടു ഈച്ച് അതർ. ദാറ്റ് മീൻസ് ഏറ്റവും സിംപ്ലസ്റ്റ് ഫോമിലേക്ക് വരുന്ന ഒരു ഫ്രാക്ഷനെയാണ് നമുക്ക് എന്ത് പറയാം? ഫ്രാക്ഷനിലെ ഡ്യൂമിനേറ്റർ ഡിനോമിനേറ്റർ എന്തായിരിക്കണം? ഇൻറ്റിജർ ആയിരിക്കണം. അതിന് നമുക്ക് എന്ത് പറയാം? റാഷണൽ നമ്പേഴ്സ്. ദെൻ നെക്സ്റ്റ് വൺ, ഇറാഷണൽ നമ്പർ വിച്ച് കാനോട്ട് ബി എക്സ്പ്രസ്ഡ് ഇൻ ദ ഫോം ഓഫ് p by q. ദാറ്റ് മീൻസ് റൂട്ട് ഒക്കെ വന്നു കഴിഞ്ഞാൽ √5, √7 ഒക്കെ വന്നു കഴിഞ്ഞാൽ എന്താണ്? ഇറാഷണൽ നമ്പർ. Then real numbers, a collection of all rational, so rational and irrational. So rational numbers ne irrational numbers ne ellam kuda ചേർന്ന് പറയുന്നതാണ് ആ കളക്ഷൻ എന്ന് പറയുന്നത് real numbers. Okay, then next one, നമ്മുടെ ഏരിയ set theory. A well defined, what set in the definition ആണ് പറയുന്നത്? A well defined collection of, a set is defined to be a collection of well defined distinct objects. Okay, so collection of well defined distinct objects. Set is represented by normally capital A അല്ലെങ്കിൽ capital B, capital letter ഉപയോഗിച്ചാണ് സെറ്റ് ഡിനോട്ട് ചെയ്യുന്നത്. അതിനകത്ത് വരുന്ന എലമെന്റ്സ് നമ്മൾ എന്ത് ചെയ്യും? ബേസസ് ഡബിൾ ബ്രാക്കറ്റിൽ പ്ലേസ്ഡ് ഇൻ ബേസസ്. ഓക്കെ, ദെൻ നെക്സ്റ്റ് വൺ. So that means a set is a well-defined collection of distinct objects. Okay. Then method of describing sets. First one, tabular method. Okay. Under this method,
set is defined by listing all the elements. Okay, so that means set like varan chance ulla elements ne adinathekku varuna a properties and elements ne ellam list cheyyunnanu 1 10 15 etc. Okay, so that means idendana set of all elements all natural numbers divisible by 5 le 5 10 15 adutha etrayin 20. But നമ്മൾ എന്ത് ചെയ്തു അതിനകത്ത് വരുന്ന എലമെന്റ്സിനെ എല്ലാം എന്ത് ചെയ്തു കോമ ഇട്ട് ബ്രാക്കറ്റിനകത്ത് കോമ ഇട്ട് ഡിസ്റ്റിംഗ്വിഷ് ചെയ്ത് എഴുതുന്നതിനാണ് എന്ത് പറയുന്നത് ടാബുലാർ മെത്തേഡ്. Then set builder method. Okay, so നമ്മൾ set builder method under this method we list the property or properties. Okay, the property or properties satisfied by the elements of the set. Okay, so tabular method എടുക്കാം. First one എന്താണ് a is equal നമ്മൾ എടുത്ത example a e I o u. ഇവിടെ വരുമ്പോൾ എന്താണ് property or properties. Under this method we list the property or property satisfied by the elements of the set. So നമുക്ക് set builder method അല്ലെങ്കിൽ selector method എങ്ങനെ എഴുതാം. Okay, and the symbols used under this method, okay, slash അല്ലെങ്കിൽ in such that, read as such that. Okay, so x such that x is a vowel. So first scenario നമുക്കറിയാം എന്താണ് a I o u vowels ആണ്. സോ നമ്മൾ സെറ്റ് ബിൽഡറിലേക്ക് വരുമ്പോൾ എന്താണ് അതിനകത്ത് വരുന്ന എലമെന്റ്സിന്റെ പ്രോപ്പർട്ടി അല്ലെങ്കിൽ പ്രോപ്പർട്ടി നമ്മൾ എന്താണ് ഇംഗ്ലീഷ് ലാംഗ്വേജിൽ ലിസ്റ്റ് ചെയ്യും. സോ അതിനകത്ത് യൂസ് ചെയ്യുന്ന ഇതിങ്ങനെയാണ് യൂസ് ചെയ്യുന്നത് എക്സ് സച്ച് ദാറ്റ്. ദെൻ സെക്കൻഡ് എക്സാമ്പിൾ നമ്മൾ നേരത്തെ പറഞ്ഞെന്തായിരുന്നു 5 10 15 എക്സെട്ര. സോ ബി ഈക്വൽ ടു എന്താ പറയാ എക്സ് സച്ച് ദാറ്റ് എക്സ് ഈസ് എ മൾട്ടിപ്പിൾ ഓഫ് 5. അവിടെ കൊണ്ട് നമുക്ക് ഒന്നുകൂടെ കറക്റ്റ് ആയിട്ട് പറയുകയാണെങ്കിൽ എക്സ് ഈസ് എ നാച്ചുറൽ നമ്പർ. ഓക്കെ, x is a natural number multiple of 5. That means x is a അല്ലെങ്കിൽ നമുക്ക് എന്താ പറയാം വേറെ ഒരു രീതിയിൽ പറയുകയാണെങ്കിൽ പോസിറ്റീവ് ഇൻറ്റീജർ ആൻഡ് മൾട്ടിപ്പിൾ ഓഫ് 5 ആൻഡ് ഡിവിസിബിൾ 5 എന്നോ അല്ലെങ്കിൽ മൾട്ടിപ്പിൾ ഓഫ് 5 എന്നോ എങ്ങനെ എഴുതിയാൽ നമുക്ക് എന്താണ് കിട്ടുന്നത്? നമുക്ക് കിട്ടുന്നത് സെറ്റ് ബിൽഡർ മെത്തേഡിൽ എന്താണ് അതിനകത്തോട്ട് വരുന്ന ക്യാരക്ടറിസ്റ്റിക് നമ്മൾ ഇംഗ്ലീഷ് ലാംഗ്വേജ് യൂസ് ചെയ്ത് എഴുതുന്നതിനാണ് എന്ത് പറയുന്നത് സെറ്റ് ഫോർമാറ്റിൽ കൊണ്ടുവരുന്നതിനാണ് എന്ത് പറയുന്നത് സെറ്റ് ബിൽഡർ മെത്തേഡ്. സോ ടാബുലാർ മെത്തേഡിൽ നമ്മൾ എന്താണ് ചെയ്യുന്നത് അതിനകത്തോട്ട് വരാൻ ചാൻസ് ഉള്ള എലമെന്റ്സിനെ ഒക്കെ ലിസ്റ്റ് ചെയ്യുന്നു. ദെൻ തേർഡ് സെനാരിയോ നമ്മൾ നോർമലി ഒരുപാട് സ്ഥലത്ത് യൂസ് ചെയ്യുന്നതാണ് വെൻ ഡയഗ്രാം മെത്തേഡ്. സോ ഡയഗ്രാമാറ്റിക്കൽ റെപ്രസെന്റേഷൻ ഓഫ് എ representation by closed polygon, usually circle and rectangles. Okay, so ഒരു സർക്കിളിനകത്തോ അല്ലെങ്കിൽ റെക്ടാങ്കിളിനകത്തോ നമ്മൾ ഡിഫൈൻ ചെയ്യുന്നതിനാണ് എന്ത് പറയുന്നത് വെൻ ഡയഗ്രാം മെത്തേഡ്. Then next head types of set. Finite set. ആ പേരിൽ തന്നെ ഉണ്ട്. എന്താണ് ഈ ഫൈനൈറ്റ് സെറ്റ് മീൻസ് ഒരു സെറ്റിലെ എലമെന്റ്സ് കൗണ്ടബിൾ ആണെങ്കിൽ നമ്മൾ നേരത്തെ ഇനി ഇത് പറഞ്ഞു ഇത് സെറ്റ് 1 2 3 ഇതിൽ എത്ര എലമെന്റ്സ് ഉണ്ട് 3 എലമെന്റ്സ് ഉണ്ട്. ദാറ്റ് മീൻസ് എലമെന്റ്സ് കൗണ്ടബിൾ ആണ്. ഇത് എന്താണ് ഒരു ഫൈനൈറ്റ് സെറ്റ് ആണ്. സോ നേരെ മറിച്ച് അടുത്ത് നോക്കുകയാണെങ്കിൽ എ സെറ്റ് ഹൂസ് എലമെന്റ്സ് ആർ അൺകൗണ്ടബിൾ എ ഈസ് ഈക്വൽ ടു സെറ്റ് 1 2 3 എക്സെട്ര. സോ ദാറ്റ് മീൻസ് ഇൻഡെഫിനിറ്റ് ആയിട്ട് പോവാണ്. ഓൾ നാച്ചുറൽ നമ്പേഴ്സ് ആണ് ഇതിനകത്ത് വരുന്നത് അല്ലെങ്കിൽ ഓൾ പോസിറ്റീവ് ഇൻറ്റിജേഴ്സ് ആണ് വരുന്നത്. സോ ഇതിനകത്ത് എത്രയാണ് 3 എലമെന്റ്സ് ആണോ? അല്ല, ഇൻഫിനിറ്റ് ആയിട്ട് പോവാണ്. സോ സെറ്റിലെ എലമെന്റ്സ് അൺകൗണ്ടബിൾ ആണെങ്കിൽ നമുക്ക് എന്ത് പറയാം ഇൻഫിനിറ്റ് സെറ്റ്. ദെൻ സിംഗിൾട്ടൺ സെറ്റ്. Singleton set, a set which is all a set in which there is only one element in it. So that means എന്താണ് ഒരു സെറ്റ് നമ്മൾ എഴുതിക്കുകയാണെങ്കിൽ സെറ്റ് ഈക്വൽ ടു 2 ഇതിൽ എത്രയാണ് 1 എലമെന്റ്. നമ്മളിത് എന്താണ് ഏത് മെത്തേഡിൽ നമ്മൾ ലിസ്റ്റ് ചെയ്തു ഫസ്റ്റ് സെറ്റിന്റെ മെത്തേഡ് ഏതായിരുന്നു ടാബുലാർ മെത്തേഡിൽ വരണം. അത് തന്നെ സെറ്റ് ബിൽഡർ മെത്തേഡിലേക്ക് എഴുതുകയാണെങ്കിൽ നമുക്ക് ഒരു എലമെന്റേ പാടുള്ളൂ. x such that x is an even prime number. Okay, so വേൾഡിൽ ഒരേ ഒരു ഈവൻ ആയിട്ടുള്ള ഒരേ ഒരു പ്രൈം നമ്പർ ഉള്ളൂ, ദാറ്റ് ഈസ് 2. ദാറ്റ് മീൻസ് 4 ആണെങ്കിലും 6 ആണെങ്കിലും ഒക്കെ എന്താണ് 2 കൊണ്ടും പിന്നെ 3 കൊണ്ട് 2 കൊണ്ടും ഒക്കെ ഡിവൈഡ് ചെയ്യാൻ പറ്റും. സോ പ്രൈം നമ്പർ മീൻസ് എ നമ്പർ വിച്ച് ഇസ് ഡിവിസിബിൾ ബൈ 1 ആൻഡ് ദ നമ്പർ ഇറ്റ്സെൽഫ്. ഓക്കെ, സോ ദാറ്റ് മീൻസ് നമുക്ക് ഇവിടെ സെറ്റ് ബിൽഡർ ഫോമിൽ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് x such that x is an even prime number എത്ര മാത്രമേ വരത്തുള്ളൂ a equal to സെറ്റ് 2 മാത്രമേ വരത്തുള്ളൂ. സെറ്റ് ബിൽഡർ മെത്തേഡിൽ അതിനകത്ത് ആക്ച്വൽ എലമെന്റ്സ് നമ്മൾ ടാബുലാർ മെത്തേഡിൽ ലിസ്റ്റ് ചെയ്യുവാണെങ്കിൽ നമുക്ക് ഒരു എലമെന്റേ വരത്തുള്ളൂ. ദാറ്റ് മീൻസ് എ സെറ്റ് വിച്ച് കണ്ടെയ്ൻസ് ഓൺലി വൺ എലമെന്റ് ഇറ്റ് ഈസ് കോൾഡ് എ സിംഗിൾട്ടൺ സെറ്റ്. ദെൻ നെക്സ്റ്റ് വൺ null set or void set. That means such which there is no element in it. Okay, so ഒരു എലമെന്റ് ഇല്ലെങ്കിൽ നമ്മൾ null set ഒന്നിൽ ഇങ്ങനെ ഡിനോട്ട് ചെയ്യും 5 എന്ന് അല്ലെങ്കിൽ ബേസിസ് മാത്രം വിതൗട്ട് എനി എലമെന്റ്. ഈ രണ്ട് രീതിയിലും നമുക്ക് എക്സാമിനെ ക്വസ്റ്റ്യനിൽ ഡിസ്ക്രൈബ് ചെയ്യുന്ന ഇതിൽ ഏത് രീതിയിൽ വേണമെങ്കിലും ആകാം. Then next one, equal set. Two sets are said to be equal if they have same elements. Okay,
സെയിം എലമെന്റ്സ് ഒന്ന് ശ്രദ്ധിക്കാം. എ ഈക്വൽ ടു സെറ്റ് 1 2 3 4 5, ബി ഈക്വൽ ടു സെറ്റ് 5 4 2 1 3. സോ ഇത് നോക്കാം, നമ്പർ ഓഫ് എലമെന്റ്സ് എത്രയാണ് 5, ഇവിടെ എത്ര നമ്പർ ഓഫ് എലമെന്റ്സ് 5. രണ്ടിലെയും എലമെന്റ്സിനെ നോക്കാം. ഇതിൽ 1 2 3 4 5, ഇവിടെയും എത്രയാണ് 1 2 3 4 5. സെറ്റിലെ രണ്ടും സെയിം നമ്പർ ഓഫ് എലമെന്റ്സ് ആൻഡ് ഓൾ എലമെന്റ്സ് ആർ സെയിം. എലമെന്റ്സ് ആർ സെയിം. രണ്ട് സെറ്റിലെ എലമെന്റ്സ് നമ്പർ ഓഫ് എലമെന്റ്സും സെയിം ആണ്, തന്നിരിക്കുന്ന എലമെന്റ്സും എല്ലാം സെയിം ആണെങ്കിൽ നമുക്ക് എന്ത് പറയാം, ഈക്വൽ സെറ്റ്. നമുക്ക് എന്ത് പറയാം, എ ഈക്വൽ ടു, ദാറ്റ് മീൻസ് സെയിം തന്നെ. ഇവിടെ നമുക്ക് ഇവിടെ 1 2 3 4 ഇത് ഓർഡർ ചേഞ്ച് ചെയ്ത് എഴുതുന്നത് യാതൊരു വിധത്തില്ല. സെറ്റിൽ നമ്മൾ ഡിഫൈൻ ചെയ്തു, വെൽ ഡിഫൈൻഡ് കളക്ഷൻ ഓഫ് ഡിസ്റ്റിങ്ക്ട് ഒബ്ജക്ട്സ്. ഡിസ്റ്റിങ്ക്ട് ആണെന്ന് പറഞ്ഞിട്ടുള്ളൂ, ഇതിന്റെ ഓർഡറിന് ഇമ്പോർട്ടൻസ് ഇല്ല. അതിനകത്ത് വരുന്ന എലമെന്റ്സ് സെയിം ആണെങ്കിൽ, നമ്പർ ഓഫ് എലമെന്റ്സും സെയിം ആണ്, എലമെന്റ്സും സെയിം ആണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് പറയാം, ഈക്വൽ സെറ്റ്. Then next scenario, equivalent set. Two sets are said to be equivalent if they have same number of elements. Okay, ഒരു എക്സാമ്പിൾ നോക്കുക. A equal to set 1 2 3, B equal to set 4 5 6. ഇതെന്താണ് ഈക്വൽ സെറ്റ്? രണ്ട് സെറ്റിൽ ഒന്നാണ് 3 എലമെന്റ്സ് വെച്ചാണ്, ബട്ട് ഡിഫറെന്റ് എലമെന്റ്സ്. ഇപ്പൊ രണ്ട് സെറ്റിലെ നമ്പർ ഓഫ് എലമെന്റ്സ് സെയിം ആണ്, അതുകൊണ്ട് നമുക്ക് എന്ത് പറയാം, ഈക്വലന്റ് സെറ്റ്. വേറെ ഒരു എക്സാമ്പിൾ എടുക്കാം. എ ഈക്വൽ ടു സെറ്റ് 1 2, ബി ഈക്വൽ ടു സെറ്റ് ബി കോമ സി. ഇവിടെ നോക്കിയാലും എന്താണ്, എൻറ്റയർലി ഡിഫറെന്റ് ആണ് എലമെന്റ്സ്, ബട്ട് നമ്പർ ഓഫ് എലമെന്റ്സ് രണ്ട് സെറ്റിലെയും സെയിം ആണ്. നമുക്ക് അതിനെ എന്ത് പറയാം, ഇക്വലന്റ് സെറ്റ് എന്ന് പറയാം, ഇക്വലന്റ് സെറ്റ്സ്. ഓക്കെ, ദെൻ നെക്സ്റ്റ് വൺ, ജോയിന്റ് സെറ്റ്. ഇവിടെ അങ്ങോട്ട് നമുക്ക് ഫോർമുലയിലൊക്കെ ഇമ്പോർട്ടൻസ് വരുന്നതാണ് ജോയിന്റ് സെറ്റ്. ടു സെറ്റ്സ് ഹാവ് സം കോമൺ എലമെന്റ്സ്. Some common elements, they are said to be joint set. Okay, so A equal to set 1 2 3 4 5, B equal to set 1 6 7. Okay, so A യും B യും എന്താണ്, ജോയിന്റ് സെറ്റ് ആണ്. ബിക്കോസ് എയിൽ 1 2 3 4 5, ബിയിൽ എന്താണ്, രണ്ടിലും കോമൺ എന്താണ്, സം കോമൺ എലമെന്റ് മീൻസ് ഒരു എലമെന്റ് എങ്കിലും, രണ്ട് സെറ്റ് എടുത്തു അതിൽ ഒരു എലമെന്റ് എങ്കിലും കോമൺ ആണെങ്കിൽ അതിനെ എന്ത് പറയാം, joint sets. Okay, then വേറൊരു സെനാരിയോ, C is equal to 1 2 6 7, അപ്പോഴും എന്താണ്, രണ്ട് എലമെന്റ്സ്. ഓക്കെ, ദാറ്റ് മീൻസ് ഒരു എലമെന്റ് എങ്കിലും കോമൺ ആണെങ്കിൽ അതിനെ നമുക്ക് എന്ത് പറയാം, ജോയിന്റ് സെറ്റ്സ്. എയും സിയും ജോയിന്റ് സെറ്റ്. ദെൻ എയും ഡിയും കൂടെ ഒരെണ്ണം എടുക്കുക. 1 2 3 8, ഇവിടെയും എന്താണ് 1 2 3 4 5 ആണ്. രണ്ട് സെറ്റിൽ എന്താണ് കോമൺ ആയിട്ട് ഒരു എലമെന്റ് എങ്കിലും ഉണ്ടെങ്കിൽ അതിനെ എന്ത് പറയാം, ജോയിന്റ് സെറ്റ്. സം കോമൺ എലമെന്റ്സ് മീൻസ് ഒരു എലമെന്റ് എങ്കിലും കോമൺ ആണെങ്കിൽ അതിനെ എന്ത് പറയാം, joint sets. Then disjoint set. Two sets are disjoint if they have no common elements. രണ്ട് സെറ്റ്സും entirely different ആണ്. A equal to set 1 2 3, B equal to set 7 8. So രണ്ടിലും എന്താണ്, ഇതിൽ 1 2 3, ഇതിൽ 7 8 എന്താണ്, ഒരു എലമെന്റ് പോലും, no common elements. നോ കോമൺ എലമെന്റ്സ്. രണ്ട് സെറ്റിൽ ഒരു കോമൺ എലമെന്റ് പോലും ഇല്ല എങ്കിൽ ഇനി എന്ത് പറയാം, ഡിസ്ജോയിന്റ് സെറ്റ്സ്. Disjoint sets. Okay, then subset. Important, very important. Set A is said to be subset of B. Then next one, subset. Set A is said to be subset of B if all the elements of A are in B. Okay, so very important. A is said to be a subset of B. A is said to be A B. മലയാളത്തിൽ പറയുകയാണെങ്കിൽ A B യുടെ സബ്സെറ്റ് ആകുന്ന എപ്പോഴാണ്, if all the elements of A are in B and it is denoted by A subset of B. Okay, so that means എന്താണ്, B equal to set 1 2 3 4 5, A equal to set 1 2 3. ഇത് നമുക്ക് എന്ത് പറയാം, A subset of B എന്ന് പറയാം, because all the elements of A are in B. എയിലെ എല്ലാ എലമെന്റ്സും എന്താണ്, ബിയിൽ ഉണ്ടെങ്കിൽ. സോ ദാറ്റ് മീൻസ് എപ്പോഴും എന്തായിരിക്കും, സബ്സെറ്റ് എന്ന് പറഞ്ഞാൽ മറ്റേ സെറ്റിനെ, ഏതിന്റെ സബ്സെറ്റ് ആണോ നമുക്ക് നമ്മുടെ സെറ്റ്, മറ്റേ സെറ്റിനെക്കാട്ടിലും ഒന്നുകിൽ ഒരു എലമെന്റ് എങ്കിലും കുറവായിരിക്കും, അല്ലെങ്കിൽ ഈക്വൽ ആയിരിക്കും. ആ പ്രോപ്പർട്ടി പറയുമ്പോൾ അത് മനസ്സിലാവും. സോ എയിലെ എല്ലാ എലമെന്റ്സും ബിയിലും ഉണ്ടെങ്കിൽ, if all the elements of B are in A are in B, then A is called the subset of B and it is denoted by a subset of B. All the elements of A are in B, then it is called a subset of B. Remark. Okay, first one, very important. Every set is a subset of the set itself. Okay, so A എന്ന് പറഞ്ഞ നമ്മൾ ഒരു സെറ്റ് എടുക്കുന്നു.
സെറ്റ് 1 2 3 എ തന്നെ. സബ്സെറ്റ് ഡെഫിനേഷൻ എന്താണ്? എ is said to be the subset of B if all the elements of അല്ലേ, എയിലെ എല്ലാ എലമെന്റ്സും എന്തിനകത്തുണ്ടാവും? എയിലില്ലേ? എയിലെ എല്ലാ എലമെന്റ്സും എയിലുണ്ടെങ്കിൽ that means every set is a subset of the set itself. Then second one, null set. Null set or phi is a subset of every set. ഏത് സെറ്റ് എടുത്താലും അതിന്റെ ഒരു സബ്സെറ്റ് ആയിരിക്കും എന്ത്? നമുക്ക് null set means ഒരു എലമെന്റ് പോലുള്ള സെറ്റ്. സോ എങ്ങനെ ഡിനോട്ട് ചെയ്യാം? ഈ രണ്ട് രീതിയിൽ ഡിനോട്ട് ചെയ്യാം. ഓക്കെ. Then third one, a subset of B, very important. A subset, നമുക്ക് ഡയറക്റ്റ് ക്വസ്റ്റ്യൻ വന്നിട്ടുള്ള എക്സാം ഇത് തന്നെ. A subset of B, A subset of B and B subset of A. A subset of B means എന്താണ്? All the elements of A are in B. B subset of A means all the elements of B are in A. So എപ്പോഴായിരിക്കും ഇത് സംഭവിക്കുന്നത്? എയിലെ എല്ലാ എലമെന്റ്സും ബിയിൽ ഉണ്ടായിരിക്കണം, ബിയിലെ എല്ലാ എലമെന്റ്സും എന്താണ്? എയിൽ ഉണ്ടായിരിക്കണം. എ ഈക്വൽ ടു ബി ആകുമ്പോൾ മാത്രമേ ഇത് സാറ്റിസ്ഫൈ ചെയ്യത്തുള്ളൂ. A subset of B and B subset of A means all the elements of A are in B and B subset of A means all the elements of B are in A. രണ്ടും കൂടെ സാറ്റിസ്ഫൈ ചെയ്യുന്നത് എപ്പോഴായിരിക്കും? എയും ബിയും ഈക്വൽ ആയിരിക്കും. A subset of B, then B is called the superset. Superset of A. So that means A subset of B means all the elements of A are in B. നമ്മളൊരു നോർമൽ സെൻസിൽ പറയുകയാണെങ്കിൽ എന്താണ്? ബി എക്കാട്ടിലും ചെറിയ സെറ്റ് ആയിരിക്കും എന്ത്? എ. സോ വിത്ത് റെസ്പെക്ട് ടു എ, ബി എ നമുക്ക് എന്ത് പറയാം? എയുടെ വെച്ച് നോക്കുമ്പോൾ എന്താണ്? അതൊരു സൂപ്പർ സെറ്റ് ആണ്. എയിലേക്കാട്ടിലും കൂടുതൽ എലമെന്റ്സ് എന്തിലുണ്ടാവും? സൂപ്പർ സെറ്റിലുണ്ടാകും. A subset of B means B is the subset. Sorry, B is called the superset of A. Then superset. Next one. If the superset contains at least one element more than the subset. Okay, very important. Superset can at least one element more than subset. Then A is called the proper subset of B, and is denoted by A subset of B. Proper subset of B. Okay, നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു every set is a subset of the set itself. That means എയിലെ എല്ലാ എലമെന്റും എയിൽ ഉണ്ടാകും. നമ്മൾ A equal to 1 2 3, B equal to 1 2 3 4 ഇങ്ങനെ എടുക്കണമെങ്കിൽ നമുക്ക് എന്താ പറയാം? എയിലെ എല്ലാ എലമെന്റും ബിയിലുണ്ട്. ദാറ്റ് മീൻസ് എയുടെ സൂപ്പർ സെറ്റ് ആണ് എന്ത്? ബി. സൂപ്പർ സെറ്റിലെ എയെക്കാട്ടിലും ഒരു എലമെന്റ് എങ്കിലും കൂടുതലാണെങ്കിൽ സൂപ്പർ സെറ്റ് കണ്ടെയ്ൻസ് അറ്റ്ലീസ്റ്റ് വൺ എലമെന്റ്. സോ നമുക്ക് വെൻ ഡയഗ്രത്തിൽ വരച്ച കറക്റ്റ് ആയിട്ട് മനസ്സിലാവും. ഇതാണ് ബി. കറക്റ്റ് വെൻ ഡയഗ്രത്തിൽ കറക്റ്റ് അകത്ത് കിടക്കുകയാണെങ്കിൽ നമുക്ക് അതിനെ എന്താ പറയാം? പ്രോപ്പർ സബ്സെറ്റ്. ദാറ്റ് മീൻസ് പ്രോപ്പർലി ഇൻസൈഡ് ദ സെറ്റ്. ഓക്കെ, ബി എന്ന് പറയുന്ന സെറ്റിന്റെ കറക്റ്റ് ആയിട്ട് അകത്ത് വരും. ദാറ്റ് മീൻസ് ഇങ്ങനെ കറക്റ്റ് ഇത് വന്നാലും എന്താണ്? എവരി സെറ്റ് ഈസ് എ സബ്സെറ്റ് ഓഫ് ദ സെറ്റ് ഇറ്റ് സെൽഫ്. ഇതിനോട് തന്നെ. ബട്ട് അതെന്തല്ല? പ്രോപ്പർ സബ്സെറ്റ് അല്ല. സൂപ്പർ സെറ്റിലെ സബ്സെറ്റിനെക്കാട്ടിലും ഒരു എലമെന്റ് എങ്കിലും കൂടുതലാണെങ്കിൽ അതിന് നമുക്ക് എന്ത് പറയാം? ദാറ്റ് സബ്സെറ്റ് ഈസ് എ പ്രോപ്പർ സബ്സെറ്റ്. ദെൻ നെക്സ്റ്റ് വൺ, വെരി ഇമ്പോർട്ടന്റ് ഫോർമുല. All the possible subset of a given set contain n elements are 2 raised to n. That means ഒരു സെറ്റിൽ n എലമെന്റ്സ് ഉണ്ടെങ്കിൽ ടോട്ടൽ സബ്സെറ്റ് ഉണ്ടെങ്കിൽ നോക്കിയത് ഒരുപാട് തവണ എക്സാം ടെസ്റ്റിലുള്ള. സോ ടോട്ടൽ സബ്സെറ്റ്സ് എത്രയായിരിക്കും? 2 raised to n ആയിരിക്കും. ഓക്കെ, നമുക്കൊരു എക്സാമ്പിൾ എടുക്കാം. ഒരു സെറ്റ് എടുത്തിരിക്കുന്നു. സെറ്റ് 1 2 3. ഇതിന്റെ ടോട്ടൽ സബ്സെറ്റ്സ് എത്രയാണ്? സബ്സെറ്റ്സ് എത്ര എലമെന്റ്സ് ഉണ്ട്? 3 എലമെന്റ്സ്. 2 raised to n. n ഇവിടെ 3 ആണ്. 3 equal to 8 വരണം. ഓക്കെ, നമുക്കൊന്ന് എഴുതി നോക്കാം ഏതൊക്കെ ആയിരിക്കാം ആവുന്നത് എന്നുള്ളത്. ശരിയാണോ എന്ന് നോക്കാം. സബ്സെറ്റ് ഫസ്റ്റ് വൺ എന്താണ്? എവരി സെറ്റ് ഈസ് എ സബ്സെറ്റ് ഓഫ് ദ സെറ്റ് ഇറ്റ് സെൽഫ്. ദാറ്റ് മീൻസ് സെറ്റ് 1 2 3. ദെൻ സെക്കൻഡ് വൺ, null set is a subset of every set. Then third one, set 1 matram. Then fourth one, set 2 matram. Then fifth one, set 3 matram. Then sixth one, set 1 2. Then seventh one, set 1 3. Then eighth one, set 2 3. Okay, തിരിച്ച് എഴുതിയിട്ട് കാര്യമില്ല. set 1 2 എന്ന് പറയുന്നതാണ് set 2 1 ഉം. ഓക്കെ, നോക്കിയേ കറക്റ്റ് നമുക്ക് എത്ര സബ്സെറ്റ് കിട്ടി? 8 സബ്സെറ്റ് കിട്ടി. ദാറ്റ് മീൻസ് 2 raised to n.
സോ നമുക്ക് വെരി ഇമ്പോർട്ടൻറ്റ് ഫോമിൽ എക്സാമിന് നമുക്കൊരു ക്വസ്റ്റ്യൻ തരും, എത്ര സബ്സെറ്റ് ഉണ്ടെന്നായിരിക്കും ക്വസ്റ്റ്യൻ. സോ സെറ്റിൽ എത്ര എലമെന്റ് ഉണ്ട്? 2 raised to number of elements ആണ് നമുക്ക് തരുന്ന ടോട്ടൽ പോസിബിൾ സബ്സെറ്റ്സ് ഓഫ് എ ഗിവൺ സെറ്റ്. ടോട്ടൽ പ്രോപ്പർ സബ്സെറ്റ്. ഓക്കെ, നമുക്ക് നോക്കിയാൽ പ്രോപ്പർ സബ്സെറ്റിന്റെ ഫോർമുല എന്താണ് പറയുന്നത്? സെറ്റില് n എലമെന്റ്സ് ഉണ്ട്. ടോട്ടൽ പ്രോപ്പർ സബ്സെറ്റ്സ് ഈക്വൽ ടു 2 raised to n minus 1. ഓക്കെ, എപ്പോഴും ശ്രദ്ധിക്കുക, പ്രോപ്പർ സബ്സെറ്റ് 2 raised to n minus 1 അല്ല, 2 raised to n minus 1. ഓക്കെ, 2 raised to n minus 1 അല്ല, ഇൻഡെക്സിൽ വരുന്നത് 2 raised to n ആണ്, -1. നമ്മൾ നേരത്തെ എടുത്ത അതേ പ്രോബ്ലം എടുക്കുക. നേരത്തെ എടുക്കുന്ന 3 എലമെന്റ്സ് ആണെങ്കിൽ 3 എലമെന്റ്സ് ആണ് സെറ്റിലുള്ളെങ്കിൽ എത്രയായിരിക്കും പ്രോപ്പർ സബ്സെറ്റ്? പ്രോപ്പർ സബ്സെറ്റ് എത്ര വേണം? 2 raised to n minus 1. ദാറ്റ് മീൻസ് 2 raised to 3 minus 1, 8 minus 1, 7 വരണം. ഓക്കെ, സോ നമ്മൾ സബ്സെറ്റിൽ എഴുതിയപ്പോൾ ഒരു കാര്യമിലേക്ക് എന്താണ്? സെറ്റ് 1, 2, 3 വരണം. ദെൻ null set, then set 1, set 2, set 3, set 1, 2, set 1, 3, set 2, 3. Okay, so proper subset എന്നാൽ എന്ത് മാത്രം ഒഴിവാകും? ഇത് മാത്രം ഒഴിവാകും. ദാറ്റ് മീൻസ് ഈക്വൽ സെറ്റ് ഒരെണ്ണമെങ്കിലും കുറവാണ്. അപ്പോൾ എത്ര എണ്ണം വന്നിട്ടുണ്ട്? 1, 2, 3, 4, 5, 6, 7. സ്യൂട്ടായില്ല. 2 raised to 3 minus 1 equal to 7. നമ്മൾ എഴുതിപ്പോൾ എന്താണ്? 1, 2 സെറ്റ്, അതായത് ആ സെയിം സെറ്റ് ഒഴിച്ച് ബാക്കിയെല്ലാം പ്രോപ്പർ സബ്സെറ്റ്. ദാറ്റ് മീൻസ് പ്രോപ്പർലി ഇൻസൈഡ് കിടക്കണം. ദെൻ നെക്സ്റ്റ് വൺ, ടോട്ടൽ നമ്പർ ഓഫ് നോൺ എം ടി പ്രോപ്പർ സബ്സെറ്റ്സ്. ഓക്കെ, സോ നോൺ എം ടി ആകുമ്പോഴത്തേക്കും എന്താണ്? ഇത് പ്രോപ്പർ സബ്സെറ്റ് ആണ്, ബട്ട് നോൺ എം ടി ഇതോടെ കുറച്ച് എത്ര വരും? അല്ലേ, 2 raised to n minus 2. 2 raised to n minus 2. സോ ഇത്രയാണ് നമ്മുടെ സബ്സെറ്റിന്റെ ഏരിയാസ് വരുന്നത്. ഒന്നുകൂടെ നോക്കാം. പ്രോപ്പർട്ടി സബ്സെറ്റ് മീൻസ് a subset of B if all the elements of A are in B. Every set is a subset of the set itself. Null set is a subset of every set. A subset of B and B subset of A, then A should be equal to B. A subset of B is then B is called superset of A. If superset contains at least one element more than subset, then A is the proper subset of B, denoted by A proper subset of B. So all possible subset 2 raised to n, all possible proper subset 2 raised to n minus 1, all possible non-empty proper subsets 2 raised to n minus 2. Okay, power set of all possible subsets of a given set is called a power set. Okay, so നമ്മൾ നേരത്തെ എഴുതിയപ്പോൾ ഒരു സെറ്റ് A equal to set 1, 2, 3. Okay, ഇതിന്റെ സബ്സെറ്റ്സ് എന്ത് വരും? set 1, 2, 3, then null set, then set 1, set 2, set 3, set 1, 2, set 1, 3, set 2, 3, 1, 2, 3, 4, 5, 6, 7, 8 അല്ലേ. സോ ഈ സബ്സെറ്റ് എല്ലാം കൂടെ ചേർന്നിട്ട് എന്താണ് നമ്മളൊരു സെറ്റ് കൺസ്ട്രക്ട് ചെയ്യുകയാണെങ്കിൽ അതിനെ എന്ത് പറയാം? പവർ സെറ്റ്. Okay, all the possible subset of a given set is called power set. Okay, the set of all possible subset. So possible subset എല്ലാം കൂടെ ചേർത്ത് ഒരു സെറ്റ് ഉണ്ടാക്കുന്നതിനാണ് എന്ത് പറയുന്നത്? പവർ സെറ്റ്. Then universal set, a set which contains all the elements of concerning sets. A very important word. So universal set means ലോകത്തുള്ള എല്ലാ എലമെന്റ്സും വരുന്ന സെറ്റ് എന്നുള്ള മീനിങ് അല്ല, നമ്മുടെ കൺസേണിൽ വരുന്ന സെറ്റ്. സോ ഇപ്പോൾ ഇവിടെ ഈ ഒരു എക്സാമ്പിൾ A equal to set 1, 2, 3, 4, B equal to set 3, 4, 5, 6, 7, C equal to 6, 7, 8, 9, 10. Okay, so നമ്മുടെ കൺസേണിൽ വരുന്ന എന്താണ്? 3 സെറ്റുകളാണ്. സോ ഇതിനകത്ത് ഈ വരുന്ന സെറ്റിലെ ഈ വരുന്ന സെറ്റ് all the elements, so that means set 1, 2, 3, 4, 5, 6, 7, 8, 9, 10. Okay, നമ്മുടെ കൺസേണിൽ വരുന്ന സെറ്റ്സിന്റെ എല്ലാ എലമെന്റ്സും. സോ സെറ്റിന്റെ ഡെഫിനിഷൻ ഉണ്ട്. സോ ഇവിടെ നമുക്ക് ചിലപ്പോൾ ഡൗട്ട് വന്നാൽ ഇവിടെ 3, 4, ഇവിടെ 3, 4 രണ്ട് എഴുതുമോ? സെറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? വെൽ ഡിഫൈൻഡ് ഡിസ്റ്റിങ്ക്ട് ഒബ്ജക്ട്സ്. ഓക്കെ, സോ നമ്മുടെ കൺസേണിൽ വരുന്ന സെറ്റിലുള്ള വരുന്ന എലമെന്റ്സ് എല്ലാം ഉള്ള ഒരു സെറ്റിനെ നമുക്ക് എന്ത് പറയാം? യൂണിവേഴ്സൽ സെറ്റ്. അല്ലെങ്കിൽ യൂണിവേഴ്സിലുള്ള എല്ലാ എലമെന്റ്സും ഉള്ള സെറ്റ് എന്നുള്ള മീനിങ്ങിലോട്ട് പോകരുത്. നമ്മുടെ കൺസേണിൽ വരുന്ന സെറ്റിലുള്ള എല്ലാ എലമെന്റ്സും ഉള്ള വേറൊരു സെറ്റിനെയാണ് നമുക്ക് എന്ത് പറയാം? universal, denoted by capital U or capital E. Then cardinal number. So അറിയാം A equal to set 1, 2, 3, 4. That means ഒരു സെറ്റിൽ എത്ര എലമെന്റ്സ് ഉണ്ട്? denoted by n of A. So A equal to set
1 2 3 ആണെങ്കിൽ എന്തായിരിക്കും n of a equal to 3. Then b equal to set 1 5, എന്തായിരിക്കും n of b is equal to 2. Okay. Then operations under set theory. First one, union operation, very very important. The union of two sets a and b, a b രണ്ട് സെറ്റ് represented by a union b and is consist of all the elements of a or b or both. Okay, all the elements of a or b or both. Okay, so ഇവിടെ നോക്കാം all the elements of a and b എന്നല്ല പറഞ്ഞിരിക്കുന്നത് a or b or both. Okay, a equal to set 1 2 3 4, b equal to set 3 4 5 6 7 8. Okay, so a union b എന്ന് പറഞ്ഞാൽ all the elements of a or b or both. ഈ 3 4 എന്ന രണ്ടിലും ഉണ്ട്, രണ്ടിലും ഉള്ളത് ഒരു തവണ, then 5 6 7 8. സോ നമുക്ക് എന്ത് പറയാം, കോമൺ ഇതിൽ എന്ത് പറയാം, എല്ലാ നമുക്ക് തന്നിരിക്കുന്ന സെറ്റിലെ എല്ലാ എലിമെന്റ്സും കൂടി ചേർന്നിട്ടുള്ള ഒരു സെറ്റാണ്. നമ്മൾ എന്ത് ഒഴിവാക്കും, റെപ്പറ്റീഷൻ ഒഴിവാക്കി അത് വൺ ടൈം എഴുതുന്നതിനാണ് എന്ത് പറയുന്നത്, യൂണിയൻ. അതാണ് പറഞ്ഞാൽ എടുത്ത് ശ്രദ്ധിക്കുക. നമുക്ക് എക്സാം ചോദിച്ചിട്ടുണ്ട് എ യൂണിയൻ ബി മീൻസ് ഓൾ ദ എലമെന്റ്സ് ഓഫ് എ ഓർ ബി ഓർ ബോത്ത്. ഓക്കെ, എയിലുള്ളതോ അല്ലെങ്കിൽ ബിയിലുള്ളതോ അല്ലെങ്കിൽ രണ്ടിലുള്ളതോ എല്ലാം കൂടി ചേർന്ന് വരുന്നതിനാണ് എന്ത് പറയുന്നത്, യൂണിയൻ ഓപ്പറേഷൻ. Okay, then properties. A union E. First one, A union E. So E means എന്താണ്, എയും ഇയും. E means എന്താണ്, യൂണിവേഴ്സൽ സെറ്റ്. സോ യൂണിവേഴ്സൽ സെറ്റിന്റെ സബ്സെറ്റ് ആയിരിക്കും എന്ത്, എ. സോ ഇതിന് രണ്ടിലും കോമൺ ആയിട്ടുള്ള എന്തായിരിക്കും, എയിലുള്ളത് ഒരു തവണ, പിന്നെയും എന്താണ് ഇയിൽ വരുമ്പോൾ, ദാറ്റ് മീൻസ് എ യൂണിയൻ ഇ എത്രയായിരിക്കും, ഈക്വൽ ടു ഇ അല്ലേ. സോ രണ്ടിലും ഹയസ്റ്റ് സെറ്റ് ഏതായിരിക്കും, എപ്പോഴും യൂണിവേഴ്സൽ സെറ്റ് ആയിരിക്കും ഇ. ദെൻ എ സബ്സെറ്റ് ഓഫ് ബി, ദെൻ എ യൂണിയൻ ബി, എ സബ്സെറ്റ് ഓഫ് ബി, ദാറ്റ് മീൻസ് ബിക്കകത്ത് എ കിടക്കും. ദെൻ എ യൂണിയൻ ബി എന്തായിരിക്കും അല്ലെ, ഹയർ സെറ്റ് ആയിരിക്കും, എ യൂണിയൻ ബി ഈക്വൽ ടു ബി. ദെൻ എ യൂണിയൻ എ, എ യൂണിയൻ എ എന്ന് പറയുന്നത് എന്തിനാണ്, എ ഇറ്റ് സെൽഫ് അല്ലെ. സോ എ ഈക്വൽ ടു 1 2 3, എ തന്നെ എന്ത് വരും, 1 2 3. സോ സെറ്റ് മീൻസ് എപ്പോഴും എന്താണ്, റെപ്പറ്റീഷൻ ഒഴിവാക്കിയിട്ട് വൺ ടൈം എഴുതുന്നതിനാണ് എന്ന് പറയുന്നത് സെറ്റ്. A equal to 1 2 3. Then commutative property, A union B equal to B union A. Then associative property, A union B union C is equal to A union B union C. Okay, so element എടുത്തു കഴിഞ്ഞാൽ എന്താണ് കോമൺ ആയിട്ട് വരുന്നത്, associative commutative property A equal to 1 2, B equal to 5 4 5. Okay, A union B എന്തായിരിക്കും 1 2 4 5, B union A എന്തായിരിക്കും 1 2 4 5 ആണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. എ യൂണിയൻ ബി ഈക്വൽ ടു ബി യൂണിയൻ എ. അസോസിയേറ്റീവ് ലോ എ യൂണിയൻ ബി യൂണിയൻ സി ഈസ് ഈക്വൽ ടു എ യൂണിയൻ ബി യൂണിയൻ സി. ദെൻ എ യൂണിയൻ നൾ സെറ്റ്, എ യൂണിയൻ എ എടുത്തു കഴിഞ്ഞാൽ ഇതെന്താണ് നൾ സെറ്റ്, എ യൂണിയൻ. സോ ദാറ്റ് മീൻസ് നൾ സെറ്റ് മീൻസ് ഒന്നുമില്ല. സോ ദാറ്റ് മീൻസ് എ യൂണിയൻ 0 എന്ത് തന്നെ വരും, എ യൂണിയൻ. ദെൻ നെക്സ്റ്റ് വൺ, ഇന്റർസെക്ഷൻ ഓപ്പറേഷൻ. എയും ബിയും രണ്ട് സെറ്റ് ആണെങ്കിൽ എ ഇന്റർസെക്ഷൻ ബി എന്ന് പറഞ്ഞാൽ രണ്ടിലെയും കോമൺ എലമെന്റ്സിനെയാണ് എന്ത് പറയുന്നത്, ഇന്റർസെക്ഷൻ ആൻഡ് ഈസ് represent the common elements of A and B. A equal to set 1 2 3, B equal to set 3 4 5 6. So A intersection B എന്തായിരിക്കും, രണ്ടിൽ കോമൺ ആയിട്ട് എന്ത് മാത്രം വരുന്നത്, 3 മാത്രം വരുന്നത്. നമുക്കൊരു വെൻ ഡയഗ്രത്തിൽ വരയ്ക്കുകയാണെങ്കിൽ എങ്ങനെ വരയ്ക്കാം, ഇത് എ ബി എടുക്കുകയാണെങ്കിൽ രണ്ടിലും കോമൺ ആയിട്ട് വരുന്ന ഈ പോർഷനാണ് നമുക്ക് എന്ത് പറയുന്നത്, യൂണിയൻ. ഓക്കെ, സോ ഇതേപോലെ ആ യൂണിയൻ്റെ കേസിലും കൂടെ ഒരു ഫിഗർ വരയ്ക്കുകയാണെങ്കിൽ ഇവിടെ നോക്കാം, എയും ബിയും വരയ്ക്കുകയാണെങ്കിൽ എ ബി ഓൾ ദ എലമെന്റ്സ് ഓഫ് എ ഓർ ബി ഓർ ബോത്ത്. സോ ദാറ്റ് മീൻസ് ഈ ഷെയ്ഡഡ് പോർഷൻ നമ്മൾ എന്തിനാണ് എ യൂണിയൻ ബി എ റെപ്രസെന്റ് ചെയ്യും. നേരെ മറിച്ച് ഇവിടെ എന്താണ് കോമൺ ഏരിയ മാത്രം, അവിടെ എയും ബിയും ദെൻ കോമൺ ഏരിയ എല്ലാം വരുന്നതാണ് എന്ത്, യൂണിയൻ. ഇതാണ് ഷെയ്ഡഡ് പോർഷൻ ആണ് എന്ത്, എ ഇന്റർസെക്ഷൻ ബി. ദെൻ പ്രോപ്പർട്ടീസ് ഓഫ് ഇന്റർസെക്ഷൻ, കമ്മ്യൂട്ടേറ്റീവ് പ്രോപ്പർട്ടി എ ഇന്റർസെക്ഷൻ ബി എന്തായിരിക്കും, ബി ഇന്റർസെക്ഷൻ എ. അതേപോലെ അസോസിയേറ്റീവ് പ്രോപ്പർട്ടി എ ഇന്റർസെക്ഷൻ ബി ഇന്റർസെക്ഷൻ സി ക്യാൻ ബി റിട്ടൺ ആസ് എ ഇന്റർസെക്ഷൻ ബി ഇന്റർസെക്ഷൻ സി. A intersection E. So A intersection E means
ഈ ആയിരിക്കും ഈ എന്താണ് യൂണിവേഴ്സൽ സെറ്റിനകത്ത് കിടക്കുന്നതാണ് അതിന് കോമൺ ആയിട്ട് എന്താ വരത്തുള്ളൂ എ വരത്തുള്ളൂ എ ഇന്റർസെക്ഷൻ നൾ സെറ്റ് മീൻസ് ഒരു എലമെന്റും ഉണ്ടാകത്തില്ല നൾ സെറ്റ് എ സബ്സെറ്റ് ഓഫ് ബി then എ ഇന്റർസെക്ഷൻ ബി is equal to എ then next one ശ്രദ്ധിക്കാം distributive common property A union B intersection C is equal to A union B intersection A union C. Then second one A intersection B union C is equal to A intersection B union A intersection C. Okay, very important. Okay, direct exam ചോദിക്കാം. Then complement operation. Okay, complement operation. The complement of a given set A represented by so A dash എന്നോ അല്ലെങ്കിൽ A raised to C എന്നോ A raised to minus എന്നോ ഒക്കെ represent ചെയ്യാം. Contains all the elements which are not in A but contains in universe. So that means നമ്മൾ ഇതാണ് ഇയാണ് യൂണിവേഴ്സൽ സെറ്റ് ഇതാണ് എ സോ എയിൽ ഇല്ലാത്തതും എ യൂണിവേഴ്സൽ സെറ്റിലുള്ള എല്ലാ എലമെന്റ്സിനെയും നമുക്ക് എന്ത് പറയാം എ കോംപ്ലിമെന്റ് then properties of complement A union A complement okay so A union A complement means എന്ത് വരും എയിലുള്ള എയിൽ ഇവിടെയുള്ള ഈ ഒരു സെയിം എടുക്കണമെങ്കിൽ എയിലുള്ളതെല്ലാം എ യൂണിയൻ എ കോംപ്ലിമെന്റ് അല്ലേ സോ ഇതാണ് ഇത് എ ആണ് എ കോംപ്ലിമെന്റ് മീൻസ് എന്താണ് ഇവിടെ ഉള്ളത് മീൻസ് രണ്ടിൻ്റെയും കൂടെ യൂണിയൻ എടുക്കുമ്പോൾ എന്ത് തന്നെ കിട്ടും ഇ തന്നെ കിട്ടും ഓക്കെ സോ ഈ ഷെയ്ഡർ പോർഷൻ ആണെന്ത് എ കോംപ്ലിമെന്റ് ഇതാണ് എന്ത് എ രണ്ടും കൂടെ യൂണിയൻ എടുക്കുമ്പോൾ രണ്ടും കൂടെ ആഡ് ചെയ്യുമ്പോഴത്തേക്കും കമ്പൈൻ ചെയ്യുമ്പോൾ നമുക്ക് എന്തിനാണ് കിട്ടുന്നത് ഇ ഇറ്റ്സെൽഫ് then A intersection A complement എന്താണ് A complement means എയിൽ ഇല്ലാത്തത് രണ്ടിലും കോമൺ ആയിട്ട് എന്താവും ഒന്നും ഉണ്ടാകത്തില്ല അതാണ് നൾ സെറ്റ് ഈ കോംപ്ലിമെന്റ് ദാറ്റ് മീൻസ് ഈ മീൻസ് എന്താണ് യൂണിവേഴ്സൽ സെറ്റ് അതിനകത്ത് ഇല്ലാത്തത് മീൻസ് എന്താണ് ഒന്നുമില്ല നൾ സെറ്റ് എപ്പോഴും ശ്രദ്ധിക്കണം കൺസേണിങ് സെറ്റുമായിട്ടാണ് നമ്മൾ പറയുന്നത് ഈ കോംപ്ലിമെന്റ് ഈസ് ഈക്വൽ ടു നൾ സെറ്റ് എ കോംപ്ലിമെന്റ് ദ ഹോൾ കോംപ്ലിമെന്റ് ഓക്കെ സോ എടുത്ത് ഞാൻ എന്താണ് എയുടെ കോംപ്ലിമെന്റ് എന്ത് വരും ഈ പുറത്തെ ഇത്രയും വരും അതിന്റെ കോംപ്ലിമെന്റ് എടുക്കുമ്പോൾ എന്ത് വരും എ തന്നെ വരും അതാണ് എ കോംപ്ലിമെന്റ് ദ ഹോൾ കോംപ്ലിമെന്റ് ഈസ് ഈക്വൽ ടു എ then A subset of B that implies no examiner tested A subset of B that implies B complement എല്ലാവരും ചാടിക്കുന്ന ഒരു ഓപ്ഷൻ എന്തായിരിക്കും A complement subset of ഇവിടെ നോക്കാം A equal to set 1 2 3 B equal to set 1 2 3 4 A subset of B E is equal to set 1 2 3 4 5 then A complement എന്ത് വരും set 4 5 B complement is set 5 okay. So that means B complement is A complement B complement B complement on the last elements and A complement that means subset means superset element and then complement operation വരുമ്പോഴായിരിക്കും അതിനകത്ത് കൂടുതൽ കോംപ്ലിമെന്റ് സബ്സെറ്റിനകത്തിന്റെ കോംപ്ലിമെന്റ് ഓപ്പറേഷനിൽ കൂടുതൽ എലമെന്റ്സ് ഉണ്ടാകും സോ അങ്ങനെയാണ് വരുന്നത് A subset of B implies B complement subset of A B complement subset of next one De Morgan's law A union B the whole complement is equal to A complement intersection A union B the whole complement is equal to A complement intersection B complement then A intersection B the whole complement is equal to A complement union B complement so very important direct exam question varunna then next you have difference of sets two sets A and B denote difference of set denoted by A minus B and this consists of all the elements of A which are not in B all the elements A equal to set 1 2 3 B equal to set 2 3 4 5 okay. A minus B ennu parnal endana all the elements of A which are not in B so A 1 2 3 ഉണ്ട് രണ്ടിലും കോമൺ ഉണ്ട് 2 3 ഉണ്ട് സോ മിച്ചം എത്രയുണ്ട് എയിൽ നിന്ന് എന്താണ് ബിയിലുള്ള കോമൺ എലമെന്റ്സിനെ ലെസ് ചെയ്ത് കളയുക നേരെ മറിച്ച് ബി മൈനസ് എന്താണ് ഓൾ ദ എലമെന്റ്സ് ഓഫ് ബി വിച്ച് ആർ നോട്ട് ഇൻ എ സോ 2 3 എടുത്ത് ഞാൻ മിച്ചം എന്ത് വരും 4 5 യൂഷ്വലി എന്തായിരിക്കും എ മൈനസ് ബി നോട്ട് ഈക്വൽ ടു അല്ലെ എയിൽ നിന്ന് ബി കുറച്ചിൽ എന്നാണ് എ മൈനസ് ബി ബിയിൽ നിന്ന് എ കുറച്ചിൽ എങ്ങനെയാണ് എന്ത് പറയുന്നത് ബി മൈനസ് പ്രോപ്പർട്ടീസ് A minus B union C is equal to A minus B intersection A minus C A minus B intersection C is equal to A minus B union A minus C then symmetric difference A and B two sets symmetric difference is represented by A symmetric difference B and it consists of union of A minus B
സോ എ സിമെട്രിക് ഡിഫറൻസ് ഇങ്ങനെ ഡിനോട്ട് ചെയ്യുന്നത് ഈക്വൽ ടു എ മൈനസ് ബി യൂണിയൻ ബി മൈനസ് എ. സോ വെരി ഇമ്പോർട്ടൻറ്റ്, നമുക്കൊരു ക്വസ്റ്റ്യൻ ഒക്കെ എക്സാം ചോദിച്ചിട്ടുള്ളതാണ്. പ്രോഡക്റ്റ് സെറ്റ്. If A and B are two sets, then the set of all ordered pair. Okay, very important. Ordered pair whose first member belongs to A and second member belongs to B, then it is called a Cartesian product and denoted by A cross B. Okay, denoted by A cross B. ഒന്ന് ശ്രദ്ധിക്കുക, എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട്. A equal to set A B C, B equal to set P Q. So first A cross B എടുക്കുകയാണെങ്കിൽ എന്താണ്? A cross B means എന്താണ്? All the ordered pair. A cross B ordered pair. First element from A, second element from B. AP, AQ, BP, BQ, CP, CQ. Okay. Then B cross A എടുക്കുകയാണെങ്കിൽ എന്താണ്? അവിടെ എന്താണ്? Ordered pair ആണ്. First element should be from B. PA, PB, PC, then QA, QB, QC. ഞാൻ എന്ത് പറയുന്നത്, നോർമലി എന്താണ് A ക്രോസ് B, നോർമൽ സെനാരിയോയിൽ A ക്രോസ് B നോട്ട് ഈക്വൽ ടു B ക്രോസ് A. സോ വെരി ഇമ്പോർട്ടൻറ്റ്. ഓർഡേർഡ് പെയർ A ക്രോസ് B ആണെങ്കിൽ ഫസ്റ്റ് എലമെന്റ് ഷുഡ് ബി ഫ്രം A ആൻഡ് സെക്കൻഡ് എലമെന്റ് ഷുഡ് ബി ഫ്രം B. B ക്രോസ് A ആണെങ്കിൽ ഫസ്റ്റ് എലമെന്റ് ഷുഡ് ബി ഫ്രം B ആൻഡ് സെക്കൻഡ് എലമെന്റ് ഷുഡ് ബി ഫ്രം A. ദെൻ നമ്പർ ഓഫ് എലമെന്റ്സ്. സോ വെരി ഇമ്പോർട്ടൻറ്റ്. സോ ഈ രണ്ട് ഫോർമുല വെച്ചിട്ടാണ് നമ്മൾ കുറേ പ്രോബ്ലംസ് നമുക്ക് എക്സാമിനുള്ള പ്രോബ്ലം സോൾവ് ചെയ്യുന്നത്. ഡിസ്ജോയിന്റ് സെറ്റ് മീൻസ് എന്താണ്? ഒരു എലമെന്റ് പോലും കോമൺ ഇല്ല എങ്കിൽ n of A union B is equal to n of A plus n of B. Then n of A union B union C is equal to ഒരു എലമെന്റ് പോലും കോമൺ ഇല്ല. That means n of A plus n of B plus n of C. n of C. Then joint set. In case of joint set, very important, joint set means ഒരു എലമെന്റ് എങ്കിലും കോമൺ ആയിട്ടുള്ള സെറ്റ്സ്. സോ n of A union B ആണെങ്കിൽ n of A union B joint A B joint set ആണെങ്കിൽ n of A plus n of B minus n of A intersection B. n of A union B union C ആണെങ്കിൽ very important formula, n of A plus n of B plus n of C minus n of A intersection B minus n of A intersection C minus n of B intersection C, A intersection B, B intersection C, A intersection C plus n of A intersection B intersection C. Very very important. Okay, so ഇത്രയാണ് നമുക്ക് ബേസിക്സ് ആയിട്ട് പഠിക്കാനുള്ളത്, ഫോർമുലാസ് ഉള്ളത്. ദെൻ നമുക്ക് കുറച്ച് പ്രോബ്ലംസ് നോക്കാം. First one, the number of subsets. Okay, so subset ന്റെ ഫോർമുല എന്താണ്? n elements ഉള്ള സെറ്റ് ആണെങ്കിൽ n elements ഉള്ള സെറ്റ് ആണെങ്കിൽ 2 raised to n. ഇവിടെ എത്ര എലമെന്റ്സ് ഉണ്ട്? 3 elements. സോ എത്ര വരും? 2 raised to 3 is equal to 8. നമ്മൾ എഴുതി നോക്കുകയാണെങ്കിൽ 2 3 5 ഒരെണ്ണം ഉണ്ട്, ദെൻ നൾ സെറ്റ് ഉണ്ട്, ദെൻ 2 3 5 2, 3 then 3, 5 then 2, 5 and 4, 6, 8. Okay. Then next one, if n is set of all natural numbers and I is a set of positive integers, then okay. So n is n എന്ന് പറയുന്നത് set of all natural numbers means എന്താണ്? 1 2 3 etc. I എന്ന് പറയുന്നത് എന്താണ്? set of all positive integers എന്താണ്? 1 2 3 etc. That means ഇവ രണ്ടും എന്താണ്? Equal sets. A intersection E complement. Okay. A intersection E complement. Okay. So നമുക്കറിയാം A intersection E complement. A intersection E complement ആണ് null set ആണ്. So A intersection null set means null set. A equal to set 1 2 3. B equal to set 3 5 7. A symmetric difference B കണ്ടുപിടിക്കണം. A symmetric difference B ഫോർമുല എന്തായിരുന്നു? A minus B union B minus A. Okay. So A equal to set 1 2 3 4, B equal to set 3 5 7. So A minus B എന്ന് വരും, എയിൽ ഉള്ളതും ബിയിൽ ഇല്ലാത്തതും. സോ എയിൽ രണ്ടിൽ കോമൺ ആയിട്ട് എന്താണ്? 3 ആണ് വരുന്നത്. സോ ഇത് ഒരു 1 2 4.
then b minus a, ബിയിലുള്ളത് രണ്ടിലും കോമൺ പ്ലസ് 3 ആണ് 5 7. സോ a മൈനസ് ബി യൂണിയൻ b മൈനസ് a എത്ര വരും 1 2 4 5 7. സെറ്റ് 1 2 4 5 7. So answer 1 2 4 5 7. I is a set of isosceles triangle and E is a set of equilateral triangle. Then okay. I is a set of isosceles triangle, E is a set of equilateral triangle. Then എന്തായിരിക്കും obviously E എന്ന് പറയുന്നത് subset of I ആയിരിക്കും. E എന്ന് പറയുന്നത് subset of I. Then out of 20 members in a family, 11 like to take tea, 14 like to take coffee, assuming that each one like at least one. Okay, നമുക്കിവിടെ ഏത് ഫോമിൽ എടുക്കാം? number of persons like tea, n of t is equal to 11, number of persons like coffee 14. Okay, n of t union c is equal to 20. Then n of t union c like at least one, that means 20 പേരുള്ളതിൽ എല്ലാവരും ഒരെണ്ണമെങ്കിലും ഇഷ്ടപ്പെടുന്നതാണ്. n of ഫോമുല എന്താണ്? n of t plus n of c minus n of t intersection c, because 20 equal to 14 or 11 plus 14 minus n of t intersection c. Okay, so 20 equal to 25 minus n of t intersection c. Therefore n of t intersection c is equal to 5. In a group of 70 people, 45 speaks Hindi, 33 speaks English, 10 speaks neither Hindi nor English. Okay, so group of 70, അതിനകത്ത് എന്താണ് 10 പേര് ഒന്നും സംസാരിക്കില്ല. ദാറ്റ് മീൻസ് ഇതിനകത്ത് എന്തിൽ 60ലേക്ക് എന്താ പറ്റുള്ളൂ? n of ഹിന്ദി അല്ലേ. സോ ദാറ്റ് മീൻസ് 70 പേര് മൊത്തം ഉണ്ട്, അതിനകത്ത് ഒന്നിലും എന്ത് വരുന്നില്ല. സോ ദാറ്റ് മീൻസ് ഏതെങ്കിലും ഒരെണ്ണം സ്പീക്ക് ചെയ്യുന്നത് എത്രയുള്ള 60 പേരേ ഉള്ളൂ. സോ യൂണിയനിലേക്ക് 60 ആണ് വരുന്നത്. n of h union e implies then equal to n of h plus n of e minus n of h intersection e. So 60 equal to 45 plus 33 minus n of h intersection e. So 60 equal to 78 minus n of h intersection e. So n of h intersection e is equal to 78 minus 60, 18. In a survey of 300 companies, a number of companies using different medias. Okay, so question le find the number of companies using none of these media. Okay, none of these media. നമ്മൾ എത്രയാണ് 300 കമ്പനീസിനെ എടുത്തിരിക്കുന്നത്. നമ്മൾ എന്ത് കണ്ടുപിടിച്ചാൽ മതി? n of n newspaper, union, radio, union, television. Okay, so that means n of n plus n of r plus n of t minus n of n intersection r minus n of n intersection t minus n of r intersection t plus n of n intersection r intersection t. Okay, so തന്നിരിക്കുന്ന ക്വസ്റ്റ്യൻ വെച്ചിട്ട് ഓരോന്നായിട്ട് എഴുതാം. n of n തന്നിരിക്കുന്നു 200 plus 100 plus 40 minus 50 minus 20 minus 25 plus 5. Okay, so എത്ര കിട്ടും? 300 340 290 50. Okay, so യൂണിയനിൽ 250 നമ്മൾ എത്രയാണ് എടുത്തത്? 300 ആണ് എടുത്തത്. 300 മൈനസ് 250 എടുത്താൽ എന്താണ്? ഒന്നും യൂസ് ചെയ്യാത്തത് 50 എന്ന് കിട്ടും. Okay, നമ്മുടെ ക്വസ്റ്റ്യനിൽ ചോദിച്ചത് എന്തായിരുന്നു? കമ്പനീസ് നൺ ഓഫ് ദീസ് മീഡിയ. ഓക്കെ, സോ ഏതെങ്കിലും ഒരെണ്ണം യൂസ് ചെയ്യുന്നതിനകത്ത് വരും, യൂണിയനകത്ത് വരും. ദാറ്റ് മീൻസ് ഒരെണ്ണം പോലും. സോ 300 യൂണിയൻ 300 കമ്പനീസ് നമ്മൾ ഈ പറഞ്ഞിരിക്കുന്ന ക്രൈറ്റീരിയ വെച്ചിട്ട് യൂണിയനിലേക്ക് 250 വന്നു. ദാറ്റ് മീൻസ് ഒന്നും യൂസ് ചെയ്യാത്ത എത്ര വരും? ആ 300 മൈനസ് 250 50. ഓക്കെ, ദെൻ നെക്സ്റ്റ് വൺ. In a town of 20,000 families, that found that 40% family newspaper A, 20% family newspaper B, 10% family by newspaper C,
5% family by newspaper A and B. So number of families by all the newspapers. Find the number of families which buy A only, newspaper A മാത്രം. സോ ഇങ്ങനെ വരുമ്പോഴത്തേക്ക് നമുക്കൊരു ഫോർമുലയിലോട്ട് പോകാം. നമ്മളെപ്പോഴും ഒരു ഡയഗ്രത്തിലേക്ക് വരിക. ഏതെങ്കിലും ഒരെണ്ണം മാത്രം എന്ന് പറഞ്ഞാൽ നമുക്ക് എടുക്കാം. ഇത് A, B, C. So n of A എത്രയാണ്? n of A 20,000 into 40%, 8,000. n of B 4,000. n of C 2,000. n of A intersection B 1,000. 1,000. n of B intersection C 6,600. Then n of C intersection A 800. n of A intersection B intersection C is equal to 400. Okay. C B A. Okay, A only മാത്രമാണ് കണ്ടുപിടിക്കേണ്ടത്. സോ ഇത് എത്രയാണ് നമുക്ക് കിട്ടിയിരിക്കുന്നു? 400. സോ ഇത്രയും A ഇന്റർസെക്ഷൻ B വരുന്നത് ടോട്ടൽ 1000 ആണ്. സോ ഇത്ര ഓൾറെഡി 400, മിച്ചമുള്ള എത്രയാണ്? 600 ആണ്. ദെൻ A ഇന്റർസെക്ഷൻ C എത്രയാണ്? A ഇന്റർസെക്ഷൻ C 800 ആണ്. ഇത് ഇത്ര 400 ആണെങ്കിൽ മിച്ചം എത്രയായിരിക്കും? 400. നമുക്കറിയാം A മൊത്തത്തിൽ എത്രയാണ്? 8,000. സോ നമുക്ക് വേണ്ട എന്താണ്? ഈ പോർഷൻ മാത്രമാണ്. ഇത് കിട്ടാൻ എന്ത് ചെയ്താൽ മതി? 8,000 minus 600 plus 400 plus 400. Okay. So 8,000 നിന്ന് 1,400 കുറച്ചാൽ നമുക്ക് എത്ര കിട്ടും? 6,600. സോ ഇതാണ് A മാത്രം വരുന്ന എത്രയാണ്? 6,600. ഓക്കെ, A മാത്രം ഈ ഒരു ഷെയ്ഡഡ് പോർഷൻ. സോ ഇതിനകത്താണ് ബിയുടെയും സിയുടെയും ബാക്കി ഒന്നും നമ്മൾ ചെയ്യേണ്ട കാര്യമില്ല. ഏതെങ്കിലും ഒരെണ്ണം മാത്രം എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് ഒരു ഫിഗർ വരയ്ക്കാം. അതിനകത്ത് കോമൺ പോർഷൻ തന്നിരിക്കുന്ന വാല്യൂസ് ഇൻസേർട്ട് ചെയ്യുക, ആൻസറിലേക്ക് വരും. വെരി ഇമ്പോർട്ടൻറ്റ്. എക്സാം പോയിന്റ് ഓഫ് വ്യൂ ഇതായിരിക്കും നമുക്ക് ടൈം സേവ് ചെയ്യുന്നത്. അതർവൈസ് നമുക്ക് A കോംപ്ലിമെന്റ് അല്ലെങ്കിൽ B കോംപ്ലിമെന്റ് C കോംപ്ലിമെന്റ് യൂണിയൻ വെച്ചിട്ടൊരു പുതിയൊരു ഫോർമുല പോലെയൊക്കെ ചെയ്യേണ്ടി വരും. ബെറ്റർ ഏതെങ്കിലും ഒരെണ്ണം മാത്രം ചോദിച്ചാൽ ഒരു ഡയഗ്രാം വരയ്ക്കുക, ആൻസറിലേക്ക് വരിക. ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഔട്ട് ഓഫ് 150 സ്റ്റുഡൻസ് 45 passed in accounts. Okay, so n of A 45, n of M maths 50, n of E 30, n of A intersection M 30, n of M intersection E 32, n of A intersection E 35. Okay. So പിന്നെ തന്നിരിക്കുന്നു n of A intersection M intersection E is equal to 25. നേരെ ഫോർമുലയിൽ അപ്ലൈ ചെയ്യാം. നമുക്ക് എന്താണ് കണ്ടുപിടിക്കേണ്ടത്? ഫൈൻഡ് ദ നമ്പർ ഓഫ് ദ നമ്പേഴ്സ് ഹൂ പാസ്ഡ് ഇൻ അറ്റ്ലീസ്റ്റ്. ദാറ്റ് മീൻസ് ഏതിനെങ്കിലും നമുക്ക് കണ്ടുപിടിക്കേണ്ടത് എന്താണ്? n of A യൂണിയൻ M യൂണിയൻ E. സോ നമുക്ക് എന്താണ് ഫോർമുല? n of A plus n of B plus n of M plus n of n of A plus n of M plus n of E plus n of A intersection M plus n of M intersection E plus n of A intersection E minus n of A intersection M intersection E. 45 plus 50 plus 30 minus 30 minus 35 minus 32 plus 25 is equal to 53. Okay. Answer will be 53. So A equal to PQRS, B is equal to നമുക്ക് വേണ്ടത് C minus A intersection B. Okay. So A intersection B, എയിലും ബിയിലും കോമൺ ആയിട്ടുള്ളത് PQRS QST. Okay. So ഇതൊക്കെ വരും. Qവും എസും വരും. രണ്ടിലും കോമൺ ആയിട്ടുള്ളത് Q and S. Okay.
then c minus c എന്താണ് m q n അതിൽ നിന്ന് എന്താ minus qs. so c minus a intersection means c യിലുള്ളതും a intersection b യിലില്ലാത്തതും നമുക്ക് എന്തിനെ മാത്രം ഒഴിവാക്കാം q നെ ഒഴിവാക്കാം വരും set m n. so very important exam question ആണ്. next one, if a equal to x such that x square minus 3x plus 2 x square minus 3x plus 2 equal to 0. that means now quadratic രണ്ട് numbers product 2 sum minus 1. so a equal to എന്ത് വരും like ഇത് എന്താണ് set builder മെത്തേഡിലാണ് x ന്റെ വാല്യൂസ് ഏതൊക്കെ വരാം quadratic equation സോൾവ് ചെയ്യുമ്പോഴത്തേക്കും ഇതിനെടുക്കുകയാണെങ്കിൽ x minus 2 into x minus 1 equal to 0. therefore x is equal to എന്താകാം 1 ആകാം 2 ആകാം. okay, then b x square plus 4x minus 12 equal to 0. so product minus 12 sum minus plus. okay, so x plus 6 into x minus 2 equal to 0. so x is equal to എന്ത് വരും minus 6, 2. നമുക്ക് കണ്ട എന്താണ് എയുടെ വാല്യൂ എന്ത് കിട്ടിയിട്ടുണ്ട് 1 2, ബിയുടെ വാല്യൂ -6 2. so therefore b minus a means b യിലുള്ളതും a യിലില്ലാത്തതും b minus a. so b യിൽ എന്താണ് -6 into, so രണ്ടിൽ കോമൺ ആയിട്ട് എന്താണ് 2 ഉണ്ട്. so -6 will be b minus a. b യിലുള്ളതും അല്ലെ b യിലുള്ള 6 -6 into 1 ബിയിലുള്ളത് അതിൽ a യിലില്ലാത്തത് ഇതിൽ കോമൺ ആയിട്ടുള്ളത് 2 ആണ്. അതങ്ങ് എടുത്ത് കളഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും -6. 1 എഴുതരുത് ആൻസർ, അത് a minus b ആണ്, ശ്രദ്ധിച്ചു വേണം ആൻസർ എഴുതാൻ. ഓക്കെ, then for any two sets a and b, a intersection a dash union b. okay. so നമുക്ക് ജസ്റ്റ് ഒരു a dash represent the complement of b. താഴെയിൽ ഏതാണെന്നാണ് നമുക്ക് അറിയേണ്ടത്. നമുക്ക് ജസ്റ്റ് ഒരു ഫിഗർ വരയ്ക്കാം. a intersection a complement a ആണ് a with b. a intersection a complement എന്ന് പറഞ്ഞാൽ എന്ത് വരും a യിലില്ലാത്തതും ബാക്കി b യിലുള്ളതും യൂണിയൻ കയറി വരുമ്പോഴത്തേക്കും എന്ത് വരും യൂണിയൻ b വരുമ്പോഴത്തേക്കും ഈ ഒരു പോയിന്റിലൂടെ കയറി വരും. സോ ദാറ്റ് മീൻസ് രണ്ടിലും കോമൺ ആയിട്ട് എന്ത് മാത്രം വരും a intersection b. സോ a complement means a യിലില്ലാത്തതും, ദാറ്റ് മീൻസ് a യിലെ ഒഴിച്ച് ബാക്കിയെല്ലാം ഇവിടെ ഇതെല്ലാം വരും. then union b. so union b നമുക്ക് ഏതുകൂടെ കയറി വരും ഈ പോർഷനോടെ കയറി വരും. എന്നിട്ട് ഇതിന്റെ രണ്ടിന്റെയും കൂടെ ഇന്റർസെക്ഷൻ എടുക്കുകയാണെങ്കിൽ എന്താണ് കോമൺ വരുന്നത് എന്ന് മാത്രമായിരിക്കും a intersection b മാത്രം. ഫിഗർ വരയ്ക്കുക, നേരെ ആൻസറിലേക്ക് വരും. a subset of b, then which one of the following is true? a subset of b, then a intersection b എന്തായിരിക്കും? a subset of b ആണെങ്കിൽ a intersection b a ആകണം. ഫസ്റ്റ് വൺ wrong. then second one a union b equal to b ശരിയാണ്. a ഒന്നിൽ കൂടുതൽ ശരിയുത്തരമുണ്ടോ നോക്കണം. സംടൈംസ് a intersection b, a subset of b ആണെങ്കിൽ a intersection b എന്താണ് വേണ്ടത് a ആണ് വരേണ്ടത്, a dash അല്ല. a intersection b null set അല്ല, a subset of b. therefore a union b is equal to b ആണ് right answer. then next one, if a equal to 1 2 3 4, b 1 2 4 5, b equal to 1 2 4, c is equal to 1 3 5. okay. then a minus c cross b, a equal to set 1 2 4 5, b equal to set 2 4, c equal to set 1 3 5. നമുക്ക് വേണ്ടത് a minus c cross b. അതിനകത്ത് ഫസ്റ്റ് a minus c കണ്ടുപിടിക്കാം. a minus c means a യിലുള്ളതും c യിലില്ലാത്തതും. സോ 1 രണ്ടിലുണ്ട്, 3 5 രണ്ടിലുണ്ട്. ദാറ്റ് മീൻസ് ഏതാണ് വരുന്നത് 2 4 ആണ് a. a minus c, b equal to again set 2 4. നമുക്ക് വേണ്ടതാണ് ordered pair. ordered cross product means set of all ordered pair. okay. so that implies first should be from 2 4, then 2 2. first ഇവിടുന്ന്, സെക്കൻഡ് ഇവിടുന്ന് 2 2 2 4, then 4 2 4 4. ഇവിടെ രണ്ടും 2 4 എന്നാണ് വരുന്നത്, സെയിം ആയിട്ടായിരിക്കും കിട്ടുന്നത്. but answer 2 2 2 4 4 2 4 4. then next one, for any two sets a b, the set a union b dash the whole dash. a union b complement the whole complement. just നോക്കാം. അപ്പോൾ ഇത് എപ്പോഴും
നമ്മൾ ഫിഗർ വരച്ച ആൻസറിലേക്ക് വരിക. നമുക്കൊരു എക്സാക്ട് ഫോർമുലയിലോട്ട് എപ്പോഴും നോക്കരുത്. എയും ബിയും നമ്മൾ എടുത്തിരിക്കുന്നു. എ ബി, ദെൻ എ യൂണിയൻ ബി അല്ലെ. ഫസ്റ്റ് നമ്മൾ എന്താണ് ബി ഡാഷ്, ബി കോംപ്ലിമെന്റ്. ഇത് എ ആണ്, ഇത് ബി ആണ്. സോ എ യൂണിയൻ ബി കോംപ്ലിമെന്റ്. സോ ബി കോംപ്ലിമെന്റ് മീൻസ് എന്ത് വരും? ബിയിൽ ഇല്ലാത്തതും ബാക്കിയുള്ളതെല്ലാം. സോ ദാറ്റ് മീൻസ് എന്ത് വരും? എയിലുള്ളത് ഇത്രയും പ്ലസ് പുറത്തുള്ളതെല്ലാം. അതിന്റെ കോംപ്ലിമെന്റ് മീൻസ് എന്താണ്? ബിയിൽ ഉള്ള ഈ ഏരിയ മാത്രം. സോ ദാറ്റ് മീൻസ് ഇതെന്താണ് ശരിക്കും? ഇത് ബി മാത്രം. ദാറ്റ് മീൻസ് ബിയിൽ നിന്ന് എന്ത് കുറച്ച് കളഞ്ഞിരിക്കുന്നു? എയിൽ എ കുറച്ച് കളഞ്ഞിരിക്കുകയാണ് ചെയ്തിരിക്കുന്നത്. ബി മൈനസ് എ. ഫിഗർ വരയ്ക്കുക. അതിന് ബി കോംപ്ലിമെന്റ് കണ്ടുപിടിച്ചു. എ യൂണിയൻ, ദാറ്റ് മീൻസ് എ കംപ്ലീറ്റ് പ്ലസ് ബിയിലില്ലാത്ത ബാക്കിയെല്ലാം. പിന്നെ അതിന്റെ കോംപ്ലിമെന്റ് ആണ് ചോദിച്ചിരിക്കുന്നത്. സോ എന്ന് പറയും എന്താ? ഈ ഒരു പോർഷൻ മാത്രം വരും, ബി മാത്രം. ദാറ്റ് മീൻസ് ബിയിൽ നിന്ന് എന്തിനെ കുറച്ച് കളഞ്ഞിരിക്കുന്നു? ഈ പോർഷൻ അല്ലെങ്കിൽ ഈ കോമൺ റീജിയനകത്ത് വരുന്ന എയെ കുറച്ച് കളഞ്ഞിരിക്കുന്നു. ദാറ്റ് മീൻസ് ബി മൈനസ് എ. വെരി ഇമ്പോർട്ടൻറ്റ്. നമ്മൾ ഫിഗർ വരച്ച് തന്നെ ആൻസറിലേക്ക് വരിക. ദെൻ നമ്പർ ഓഫ് പ്രോപ്പർ സബ്സെറ്റ്സ്. പ്രോപ്പർ സബ്സെറ്റ് എത്രയാണ്? 2 raised to n minus 1. ഇവിടെ എത്രയാണ്? 1 2 3 4 5 അല്ലേ. n ഓഫ് എ ആണെങ്കിൽ എടുത്തിരിക്കുന്നത് 5 ആണ്. സോ 2 raised to 5 minus 1, 32 minus 1 equal to 31. Then next one. For a group of 200 persons, 100 interested in music, 70 in photography, 40 in swimming. How many are interested in photography but not in, that means photography alone. നമുക്ക് നേരത്തെ പോലെ എപ്പോഴും ഒരെണ്ണം മാത്രമാണെങ്കിൽ ഫിഗർ വരയ്ക്കുക. എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ട മൂന്നും കൂടെ ഇഷ്ടപ്പെടുന്ന മ്യൂസിക് n of m 100, n of p 70, n of s 40, n of m intersection p 40, n of m intersection s 30, n of p intersection s 20, n of m intersection p intersection s 10. Okay. So മൂന്നിലും കോമൺ ആയിട്ടുള്ളത് ഇത്. സോ മ്യൂസിക്, ഫോട്ടോഗ്രാഫി, ദെൻ സ്വിമ്മിങ്. നമുക്ക് വേണ്ടത് എന്താണ്? ഫോട്ടോഗ്രാഫി എലോൺ ആണ് വേണ്ടത്. സോ ഫോട്ടോഗ്രാഫി ആൻഡ് മ്യൂസിക് എത്രയാണ്? ഫോട്ടോഗ്രാഫി ആൻഡ് മ്യൂസിക് 40, ദാറ്റ് മീൻസ് റിമൈനിങ് 30 ഉണ്ട്. ദെൻ ഫോട്ടോഗ്രാഫി ആൻഡ് സ്വിമ്മിങ് എടുക്കുകയാണെങ്കിൽ ഫോട്ടോഗ്രാഫി ആൻഡ് സ്വിമ്മിങ് 20, ദാറ്റ് മീൻസ് റിമൈനിങ് 10. ടോട്ടൽ എത്രയാണ്? ഇത് 100 ആണ്. 100ൽ നിന്ന് എത്ര കുറയ്ക്കണം? 100ൽ നിന്ന് ഫോട്ടോഗ്രാഫി മാത്രം 70 ആണ്. 70 മൈനസ് 30 പ്ലസ് 10 പ്ലസ് 10. So 70 minus 50 equal to 20. Answer is 20. നമുക്ക് മ്യൂസിക്കിന്റെ ബാക്കിയുള്ളത് സ്വിമ്മിങ്ങിന്റെ ബാക്കിയുള്ള കണ്ടുപിടിക്കേണ്ട ആവശ്യമില്ല. എക്സാം പോയിന്റ് ഓഫ് വ്യൂ നമുക്ക് നേരെ ഫിഗർ വരയ്ക്കാം, ആൻസറിലേക്ക് വരിക. Next question. Out of 200 candidates invited in interview, 100 has two-wheeler, 70 has credit card, 140 has mobile number, 40 has both. Okay. So, okay, ABC one scenario with that. N of A equal to 100, N of B equal to 70, N of C equal to 140, then N of A intersection B equal to 40, N of B intersection C is equal to 30, N of A intersection C is equal to 60, N of A intersection B intersection C equal to 10. എന്താണ് എല്ലാം തന്നിട്ടുണ്ട്. നമുക്ക് ഫോർമുല ജസ്റ്റ് അപ്ലൈ ചെയ്യാം. N of A യൂണിയൻ B യൂണിയൻ C. N of A യൂണിയൻ B യൂണിയൻ C is equal to N of A plus N of B plus N of C minus N of A intersection B minus N of A intersection C minus N of B intersection C plus N of A intersection B intersection C. Okay. So that means 100 plus 70 plus 140 minus 40 minus 30 minus 60 plus 10. So correct answer 190 out of 200. Now how many candidate had none of 3? Okay.
സോ നമുക്ക് എന്താണ് ഏതെങ്കിലും അറ്റ്ലീസ്റ്റ് ഒരെണ്ണമെങ്കിലും യൂണിയൻ മീൻസ് എന്താണ് ഏതെങ്കിലും ഒരെണ്ണമെങ്കിലും ഉള്ള കിട്ടി 200 190 കിട്ടി ദാറ്റ് മീൻസ് 200 നൺ ആൻസർ എത്ര വരും 200 നണ്ണ് 200 minus 190 10. Then next question. In a class of 50 students, 35 opted mathematics, 37 opted for commerce. Number of such students opted for mathematics and commerce. So n of m is equal to 35, n of c is equal to 37, then n of m union c is equal to n of m plus n of c minus n of m intersection c. Then total എത്രയായിരുന്നു 50 അതിൽ 35 37 minus n of m intersection c. So n of m intersection c is equal to 35 plus 37 72 minus 50 equal to 22. Then next question. A equal to set to 3, B equal to 4, 5, C equal to then എന്താണ് വേണ്ടത് A cross B intersection C. Okay. So B intersection C കണ്ടുപിടിക്കുക. രണ്ടിനും കോമൺ ആയിട്ട് ഏതാണുള്ളത് 5 ആണുള്ളത്. Then A എത്രയാണ് 2, 3. So A cross means cross product ordered pair ആണ്. So the first should be from A. So ordered pair 2, 5, 3, 5. First element should be from A and second element should be from B U intersection C. Then next one. In a class of 80 students, 35 students can play cricket. So a total 80 students. So cricket play cricket 80 into 35 percentage 28. So cricket 45 percentage can play only tennis. Okay. Then only cricket another only tennis 80 into 45 percentage. So now 36 and we're adding 64. Then remaining can play. Okay. Remaining can play both. So total 80 and remaining at 16 can both. Okay, play both. Now question now how many can play cricket? Okay, cricket മാത്രം കളിക്കുന്ന എത്ര പേരുണ്ട് 28 പേരുണ്ട് ക്രിക്കറ്റും ടെന്നീസും കളിക്കുന്ന എത്ര പേരുണ്ട് 16 പേരുണ്ട് സോ ദാറ്റ് മീൻസ് ക്രിക്കറ്റ് കളിക്കുന്നവർ എത്രയാണ് 44 പേര് വെരി ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ എക്സാം ക്വസ്റ്റ്യൻ ആണ് സോ ക്രിക്കറ്റ് മാത്രം കളിക്കുന്നവർ പ്ലസ് രണ്ടും കളിക്കുന്നവർ എന്താണ് ക്രിക്കറ്റ് കളിക്കുന്നവരാണ് അല്ലേ ഹൗ മെനി സ്റ്റുഡൻസ് ക്യാൻ പ്ലേ ക്രിക്കറ്റ് ദെൻ 23 A equal to x such that x divided by 2 element of z comma 0 less than or equal to x less than or equal to a. X by 2 element of z. Z means whole numbers 0 1 2 up to 10 divided by 2 എടുക്കുമ്പോൾ നമുക്ക് എന്താണ് z വരുന്നത് so a 0 by 2 equal to 0 1 by 2 നമുക്ക് കിട്ടില്ല 2 by 2 equal to 1 ആണ് 3 by 2 വരില്ല 4 by 2 equal to 2 ആണ് 5 by 2 വരില്ല 6 by 2 equal to 3 7 by 2 8 by 2 equal to 4 9 by 2 വരില്ല z വരില്ല 10 by 2 equal to 5 okay so that means x ന് 0 2 4 6 8 and 10 എടുക്കുമ്പോഴാണ് നമുക്ക് എന്ത് ചെയ്യുന്നത് ഈ പറയുന്ന a യുടെ സാറ്റിസ്ഫൈ ചെയ്യുന്നത് therefore a is equal to x such that so x in the value 0 2 4 6 8 okay 8 10 ലും കൂടി സൂട്ട് ആവും 8 10 അതേപോലെ b എടുക്കുകയാണെങ്കിൽ b is such that x is a one digit prime number so b നമുക്ക് എടുക്കാം
1 digit prime numbers എടുക്കണം 2 3 5 7. ഇനി അടുത്ത സി എടുക്കുകയാണെങ്കിൽ x such that x by 3 element of natural numbers x less than or equal to 12. Okay, so x ന് ഏതൊക്കെ വാല്യൂ എടുക്കണം നാച്ചുറൽ നമ്പർ കിട്ടണമെങ്കിൽ ഡിവൈഡ് ബൈ 3 എടുക്കുമ്പോൾ നാച്ചുറൽ നമ്പർ എലമെന്റ് ഓഫ് സോ സി ഈക്വൽ ടു എന്താണ് 3 ആകാം 6 ആകാം 9 ആകാം 12. നമുക്ക് എന്താണ് വേണ്ടത് എ ഇന്റർസെക്ഷൻ ബി ഇന്റർസെക്ഷൻ സി. എ ഇന്റർസെക്ഷൻ ബി ഇന്റർസെക്ഷൻ സി, എ ഇന്റർസെക്ഷൻ ബി ഇന്റർസെക്ഷൻ സി. സോ ബിക്കും സിക്കും കോമൺ ആയിട്ട് എന്തെങ്കിലും നോക്കാം. ബി ഇന്റർസെക്ഷൻ സി 2 3 5 7 എന്തുണ്ട് 3 ഉണ്ട് അല്ലേ. സോ ദാറ്റ് മീൻസ് എ എത്രയാണ് എ 0 to എല്ലാം എന്താണ് ഈവൻ നമ്പറാണ്. ബി ഇന്റർസെക്ഷൻ സി കിട്ടുന്നത് എന്താണ് ഒരു ഓഡ് നമ്പറാണ്. ദാറ്റ് മീൻസ് ടോട്ടൽ ഇന്റർസെക്ഷൻ എന്തായിരിക്കും നൾ സെറ്റ്. ദെൻ നെക്സ്റ്റ് വൺ എ ഈക്വൽ ടു let A be the set of all squares of square of natural numbers. Let x element of a, y element of a, comma y element of a. Then okay, so A equal to set 1 square 2 square 3 square etc. Okay, so that means 1 4 9 16 etc. Okay. Then x element of a and y element of a. Then ഇതിനകത്ത് ഏതാണ് സ്യൂട്ട് ആകുന്നത് നമുക്ക് എന്താണ് സ്ക്വയർ ആണ് കിട്ടേണ്ടത് x into y element of a. സോ ആഡ് ചെയ്താൽ 1 plus 1 2 ആയിട്ടായിരിക്കും കിട്ടും. നമുക്ക് എന്താണ് 1 4 9 16. ദാറ്റ് മീൻസ് x into y ആയിരിക്കും എന്ത് എലമെന്റ് ഓഫ് a. Then last one, number of subsets of the set formed by the word Allahabad. So just a capital എന്നുള്ള വിട്ടേക്കാം. Allahabad. So നമുക്ക് സബ്സെറ്റ് മീൻസ് എന്താണ് 2 raised to n. സോ സെറ്റിലെ n മീൻസ് എന്താണ് നമ്പർ ഓഫ് എലമെന്റ്സ്. സോ ഒരു എ ഉണ്ട്, എൽ രണ്ടെണ്ണം ഉണ്ട്, ഒരെണ്ണം എടുത്തു, എച്ച് ഒരെണ്ണം എടുത്തു, ദെൻ ബി ഒരു ഡി. 1 2 3 4 5 ടോട്ടൽ ഡിഫറെന്റ് ലെറ്റേഴ്സ് എത്രയാണ് 5. 2 raised to 5 equal to 32. ഇവിടെ ക്യാപ്സ് ലെറ്റർ എന്നുള്ളൊരു ഇതില്ല, അലഹബാദ് എന്നുള്ളതുകൊണ്ട് ഇതെടുത്തിരിക്കുന്നതാണ്. അല്ലെങ്കിൽ അലഹബാദിലെ സ്ഥലമായതുകൊണ്ട് എ ക്യാപ്സ് എടുത്തിരിക്കുന്നതാണ്. 2 raised to 5. സോ ഡിഫറെന്റ് ലെറ്റേഴ്സ് ഏതൊക്കെയാണ് എ എൽ എച്ച് ബി ഡി. 1 2 3 4 5. 2 raised to 5 equal to 32. സോ ഇത്രയാണ് നമ്മുടെ സെറ്റ്സ് ഏരിയയിൽ വരുന്നത്. സോ ദാറ്റ് മീൻസ് നമ്മൾ സെറ്റ്സ് എന്താണെന്ന് വെച്ചാൽ ഫസ്റ്റ് ഓഫ് ഓൾ നാച്ചുറൽ നമ്പേഴ്സ് അങ്ങനെ നമ്പർ സിസ്റ്റം പഠിച്ചു. ദെൻ സെറ്റ് എന്താണെന്ന് ഏതൊക്കെ രീതിയിൽ ഡിസ്ക്രൈബ് ചെയ്യാമെന്ന് പഠിച്ചു. ദെൻ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് സെറ്റ് അതിനകത്ത് യൂണിയൻ ഓപ്പറേഷൻ, ഇന്റർസെക്ഷൻ ഓപ്പറേഷൻ, കോംപ്ലിമെന്റ് ഓപ്പറേഷൻ, അങ്ങനെ പല കാര്യങ്ങളും. ദെൻ കാർട്ടീഷ്യൻ പ്രോഡക്റ്റ്, ഇങ്ങനെയുള്ള എല്ലാ ക്വസ്റ്റ്യൻസ് നമ്മൾ ചെയ്തിട്ടുണ്ട്. ഒക്കെ നമ്മളെപ്പോഴും ശ്രദ്ധിക്കാം. ഏതെങ്കിലും ഒരെണ്ണം മാത്രം എന്ന് പറയാമെന്നുണ്ടെങ്കിൽ നമുക്ക് വെൻ ഡയഗ്രത്തിൽ വരും. അതർവൈസ് നമ്മൾ നേരെ ഡയറക്റ്റ് ഫോർമുലയിലേക്ക് പോവുക. ബാക്കി എല്ലാം നമുക്ക് നമ്പർ ഓഫ് സബ്സെറ്റ് 2 raised to n, നമ്പർ ഓഫ് പ്രോപ്പർ സബ്സെറ്റ് 2 raised to n minus 1, നമ്പർ ഓഫ് നോൺ എംപ്റ്റി പ്രോപ്പർ സബ്സെറ്റ് 2 raised to n minus 2, അങ്ങനെയുള്ള ഫോർമുലാസ് എല്ലാം നമ്മൾ നന്നായിട്ട് അറിഞ്ഞിരിക്കണം. സോ ദാറ്റ് മീൻസ് നമുക്കൊരു വിത്തിൻ സെക്കൻഡ്സ് ഒരു പ്രോബ്ലം വന്നു കഴിഞ്ഞാൽ ലെസ് ദാൻ 10 seconds സോൾവ് ചെയ്യുന്ന രീതിയിലുള്ള പ്രോബ്ലംസ് ആണ് നമുക്ക് ഈ ഏരിയയിൽ നിന്ന് കിട്ടുന്നത്. സോ ബട്ട് ഇത്രയും കാര്യങ്ങൾ നല്ല ഗ്രിപ്പ് ഉണ്ടായിരിക്കണം. ഈ പറഞ്ഞിരിക്കുന്ന ആ ഒരു കോൺസെപ്റ്റൽ ക്ലാരിറ്റി, എന്താണ് യൂണിയൻ, എന്താണ് ഇന്റർസെക്ഷൻ എന്നുള്ളതൊക്കെ വൃത്തിയായിട്ട് അറിഞ്ഞിരിക്കുക. സോ നമുക്ക് നെക്സ്റ്റ് സെക്ഷനിൽ ഫങ്ഷൻസ് ആൻഡ് റിലേഷൻ ഡിസ്കസ് ചെയ്യാം. ഓക്കെ, താങ്ക് യു.